സുഖല്ലേ? വെൽക്കം ടു സുജനാസ് കിച്ചൻ. ഞാനിന്നൊരു കിടിലൻ ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ടേസ്റ്റി ചെമ്മീൻ കപ്പ കട്ട്ലറ്റ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയും ഞാനിതെങ്ങനെ തയ്യാറാക്കുന്നതുമാണ് കാണിക്കുന്നത്. ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. കപ്പൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു കുഴിയുള്ളൊരു പാത്രം എടുക്കുക, അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കപ്പക്ക് മുങ്ങുന്ന തരത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം, അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ കപ്പക്കും ഓരോ തരം വേവായിരിക്കും ഉണ്ടാകുന്നത്. എനിക്ക് കിട്ടുന്ന കപ്പൻ്റെ വേവായിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കപ്പൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഉപ്പ് നമ്മൾ ലാസ്റ്റ് വെള്ളം, അതായത് ഊറ്റുന്നതിന് മുൻപാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയാണിത്. ഞാനിപ്പോൾ ലാസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തിട്ട് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുള്ള കപ്പയാണിത്. അപ്പോൾ ഇതിവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു വേറൊരു പാൻ എടുക്കാം. പാനിലോട്ടേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊപ്പം ഒരു കപ്പൊക്കെ നമുക്ക് പൊതുവേ നമ്മൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർത്തുള്ള കടുകൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. കടുക് ഏകദേശം നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം വേവിച്ച് വെച്ചുള്ള നമ്മുടെ കപ്പ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ കപ്പയും ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതുപോലെ തവി വെച്ചിട്ട് നന്നായിട്ട് ഉടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തോട്ടേക്കും നമ്മുടെ കടുകും കറിവേപ്പിലയും ആകുന്ന തരത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. മസാല റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 300 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ 2-3 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെമ്മീനാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും ബെസ്റ്റ് ചെറിയ ചെമ്മീൻ തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല വെച്ച് കൊടുക്കാം. അതിൽ തന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെക്കുക. സാധാരണ നോർമലി നമ്മൾ ചെമ്മീൻ എങ്ങനെയാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ നന്നായിട്ട് മസാല പുരട്ടിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും മസാല നന്നായിട്ട് പിടിച്ച് കിട്ടും. ചെമ്മീനിൽ മസാല പുരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ എടുക്കാം, അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ ചെമ്മീനിലോട്ടേക്ക് വെച്ച് നിന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും അല്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം 1-2 മിനിറ്റുള്ളിൽ തന്നെ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടും. അപ്പോൾ ചെമ്മീൻ ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിന് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇനിയൊരു ചെമ്മീന് പകരം നിങ്ങൾക്ക് ചിക്കനോ ബീഫോ നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ. അതും നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കനും ബീഫൊക്കെ വേവിച്ചിട്ട് നിങ്ങൾ നന്നായിട്ടൊരു മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെയായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പം മുഴുവൻ ചെമ്മീൻ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ടേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമുളകൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ വഴറ്റിയതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു സവാള കുത്തിയരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു സവാള മാത്രം മതിയാകും കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ചേർത്തുള്ള സവാള ഏകദേശം ഒരു നന്നായിട്ടൊന്ന് വാടി വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള ഏകദേശം നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം ഒരു പൊടികളുടെ ഒരു പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ പൊടികളും സവാളയും എല്ലാം കൂടി നല്ല വണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചെമ്മീനും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചെമ്മീനും സവാളയും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടൊരു മസാല ഫില്ലിംഗ് ആണ് കേട്ടോ. തീർച്ചയായും നിങ്ങൾ ഈ ഒരു ചെമ്മീൻ കപ്പ കട്ട്ലറ്റ് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കിയുള്ള നമ്മുടെ കപ്പ ഞാനിപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് പൊടിക്കണ്ട. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഒരു കപ്പ നമ്മുടെ ഒരു മസാലയിലോട്ടേക്ക്, അതായത് ചെമ്മീൻ മസാലയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ കപ്പയും ഇതുപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. ശരിക്കും ഇത് കഴിക്കുന്നവർക്ക് ഇത് കപ്പയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും മനസ്സിലാവില്ല. അത്രയും ടേസ്റ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ കപ്പയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചെമ്മീൻ മസാലയും കപ്പയും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷമാണ് നമ്മൾ കട്ട്ലറ്റാക്കി എടുക്കുന്നത്. മസാല ഇവിടെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. അതുപോലെ തന്നെ ഒരു ബൗളിലോട്ടേക്ക് ഞാനിപ്പോൾ കുറച്ച് മൈദൻ്റെ പേസ്റ്റും കൂടി എടുത്തിട്ടുണ്ട്. ഒരു ലൂസ് ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഈ ഒരു ലൂസ് ബാറ്ററിന് പകരം നിങ്ങൾക്ക് ഇതിന് പകരം മുട്ടയും എടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കാം ഓരോ കട്ട്ലറ്റായിട്ട്. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കുക്കി കട്ടറിലാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കൈവച്ചിട്ട് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ മസാല കുറച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു കുക്കി കട്ടറിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് പുറത്തേക്ക് എടുക്കണം. ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു കുക്കി കട്ടറിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മൈദൻ്റെ ഒരു ബാറ്ററിലോട്ടേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ കഴിക്കാത്തവർ, അതായത് മുട്ടയൊന്നും വേണ്ടാത്തവർ, യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇതുപോലത്തെ മൈദ ബാറ്റർ വെക്കാം കേട്ടോ. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് മുട്ടയും യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു ചെമ്മീൻ കപ്പ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനും കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി പണിയൊന്നുമില്ല, നമുക്ക് ഫ്രൈ ചെയ്യലാണ് പണി. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഓരോ കട്ട്ലറ്റും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതൽ സമയമൊന്നും എടുക്കില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഏകദേശം നല്ല കുക്കഡാണ്. ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ മാത്രം മതിയാകും. ഇതിവിടെ ഒരു ഭാഗം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. ഒരു അടിപൊളി സ്നാക്കാണ്, ഹെൽത്തി സ്നാക്ക് കൂടിയാണ് കേട്ടോ ഇത്. നമ്മളിത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കപ്പയാണെന്ന് ഒരിക്കലും പറയില്ല. അത്രയും ഒരു കപ്പൻ്റെ ടേസ്റ്റിൽ വേറെ തന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ ഇനി കപ്പയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു കപ്പ സ്നാക്ക് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ 2 ഭാഗം ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കപ്പ കട്ട്ലറ്റ് ഇവിടെ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ കാണാൻ ഇത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളൊന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോക്കുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. വേണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, വളരെ ഈസിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ശരിക്കും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു കിടിലൻ ഐറ്റമാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കപ്പയാണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. നമ്മൾ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇത് കപ്പയാണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. അത്രയും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.